ഇപ്പോൾ നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിജേഷ്, ഇവിടെ ഇപ്പോൾ സിറ്റിംഗ് എംപിമാർ മത്സരിക്കണം എന്ന ഒരു ധാരണ കോൺഗ്രസിനുള്ളിൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അത് നടപ്പാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് വെച്ച് താമസിപ്പിച്ചു. അതിൽ പലർക്കും മത്സരിക്കേണ്ട എന്ന ഒരു ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ഒരു സീറ്റ് ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് അത് തൻ്റെ ബാധ്യത അല്ലാതാക്കണം എന്ന രീതിയിൽ പോലും ചിന്തിക്കുന്നവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു തീരുമാനമായില്ല. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്, ആദ്യം കളത്തിലിറങ്ങാനുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങളായി തന്നെ നിങ്ങളുടെ ആസൂത്രണക്കുറവ് മൂലം വൈകിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസമായി. ആര് സ്ഥാനാർത്ഥിയായാലും എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണമോ ആ മുന്നൊരുക്കങ്ങളിലൊക്കെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള കൃത്യമായ രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഓരോ മണ്ഡലത്തിലും വന്ന് ഞങ്ങളുമായി, അതായത് അതിൻ്റെ 2ാം കിട 3ാം കിട നേതാക്കന്മാരുമായി ആശയ സംവാദം നടത്തി തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞങ്ങൾ 20 ഔട്ട് ഓഫ് 20 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അരുൺകുമാറിന് വാദത്തിന് വേണ്ടി പറഞ്ഞ MPമാർക്കെതിരെയുള്ള വികാരം ഉണ്ട് എന്ന് അരുൺകുമാർ പറയുന്നത് ആശ്വസിക്കാനായിരിക്കാം. അങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. MPമാരുടെ പ്രവർത്തനം ഒരു ജനകീയ MPമാരാണ് ജയിച്ച ആളുകളൊക്കെ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ സമയത്ത് UDF പാനലിൽ നിന്ന് ജയിച്ച MP ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 18+1 എന്ന് അരുൺകുമാർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. വളരെ വിജയ പ്രതീക്ഷയോടുകൂടി 20 സീറ്റിലേക്ക് ഞങ്ങൾ മത്സരിക്കുകയാണ്. ഒരു അഡ്വാൻറ്റേജും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങി. 2 ബൈ ഇലക്ഷനിൽ ഞങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ. ആ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും നിങ്ങളുടെ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏറ്റവും ആദ്യം കളത്തിലിറങ്ങി അങ്ങനെ പ്രചരണത്തിലേക്ക് പോവുക എന്നതായിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ നേടാനും അതുപോലെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലും സാധ്യമാകുമായിരുന്നു. സിറ്റിംഗ് MPമാർ എല്ലാം മത്സരിക്കണം എന്ന ഒരു തീരുമാനം, ഒരു ധാരണ ആദ്യം തന്നെ ഉടലെടുത്തതാണ്. പക്ഷേ അത് വെച്ച് താമസിപ്പിച്ചു. ഇതിപ്പോൾ CPMന്റെയും CPIയുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ ധാരണ പുറത്തു വന്നിരിക്കുകയാണ്. അവർ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാവുക. നോക്കൂ, ഇനി അതിനനുസരിച്ച് ഒരു പുനർവിചിന്തനം കൂടി വരുത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണോ നിങ്ങൾ നീങ്ങുന്നത്? നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ആ അഡ്വാൻറ്റേജ് നിങ്ങൾ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിച്ചതിലൂടെ വരുത്തുകയാണ്. നിങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് സഞ്ചരിക്കുക. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പറ്റി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സന്ദേഹമുണ്ടോ എന്ന് നിങ്ങളൊന്നൊരു പരിശോധന, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥലത്തും പോകാറുണ്ടല്ലോ, അതുപോലെയൊരു യാത്ര കേരളത്തിലൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയത്തിൻ്റെ മുന അവിടെ ഒടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കോ ജനങ്ങൾക്കോ ആകാംക്ഷയില്ല. എന്തിന്, ഞങ്ങളുടെ ഓപ്പോണൻ്റായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ 2ാമത്തെ മണിക്കൂറിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തവണയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ്റെ പ്രഖ്യാപനം എന്ന് കഴിഞ്ഞ തവണയാണെങ്കിൽ മാർച്ച് 2ാമത്തെ ആഴ്ചയാണ് പ്രഖ്യാപനം വന്നത്. ഇത് ഫെബ്രുവരിയുടെ 2ാമത്തെ ആഴ്ചയാണ്. വരട്ടെ, ഒരു മാസത്തിനടുത്ത് അല്ലെങ്കിൽ 20 ദിവസത്തേക്ക് സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം രാഷ്ട്രീയ പ്രചരണ ജാഥ 29-നാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഞങ്ങളുടെയൊക്കെ കോൺസെൻട്രേഷൻ സമരാഗ്നിയുമായി ബന്ധപ്പെട്ടാണ്. സമരാഗ്നി കഴിയുന്നതോടുകൂടി ചിത്രം വ്യക്തമാവും എന്നായിരുന്നു സംശയം.